ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയുടെ ഹെയർ എക്സ്റ്റൻഷൻ. രേണുസുതി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസിലാണുള്ളത്. അതുകൊണ്ട് പുറത്തൊക്കെ നിന്നിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന പണിയൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഒരു വെറൈറ്റി കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് അതിന്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള കുറച്ച് കുത്തിത്തിരിപ്പ് പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രേണുസുതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന, നമ്മൾ പറഞ്ഞു പഴകിപ്പോയ കുറച്ച് വിഷയം പറയുകയാണെങ്കിൽ, രേണുസുതിനെ ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും രേണുസുതി തിരിഞ്ഞു കുത്തുന്ന ഒരു പരിപാടി നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ രേണുസുതിക്ക് ആദ്യം സ്ഥലം കൊടുത്തു ഫ്രീ ആയിട്ട്. ആ പള്ളിയിലച്ഛനിട്ട് കുറെ കുത്തു കൊടുത്തു. ആ സ്ഥലം കാടിന്റെ കുറെ ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തുള്ള എന്തോ ഒരു സ്ഥലമാണ്, ഒന്നിനും കൊള്ളാത്ത സ്ഥലമാണ്, മണ്ണൊലിച്ചു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ കുറേ അങ്ങനെ പള്ളിയിലച്ഛനിട്ട് കുറച്ച് കുത്തൊക്കെ കൊടുത്തു. പിന്നെ ആ വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇട്ടിട്ട് അവരെ ഗ്രൂപ്പിനിട്ടിട്ട് കുറേ കുത്തു കൊടുത്തു. ആ വീട് നന്നല്ല, മോശമാണ്, അതാണ് ഇതാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വരെ ബാധിക്കുന്ന വിധത്തിൽ, അദ്ദേഹത്തിന് ഒരു വർക്ക് കൊടുക്കാൻ ആളുകൾ മടിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. അവിടെ മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ ഇട്ടിട്ടും കുറെ പണി കൊടുത്തു. മതിൽ വളരെ മോശമാണ്, അതാണ് ഇതാണ്, മറുനാടൻ ആരാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ മോശമാക്കി മറുനാടനിട്ടും കുറെ പണി കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുണ്ടാവുക ഒരു വ്യക്തിക്കല്ല, ഒരു ജോലി, ഒരു പ്രത്യേക ഒരു മേഖലയ്ക്ക് മൊത്തത്തിൽ കിട്ടിയൊരു പണി അതിലുണ്ട്. അതായിരുന്നു ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചൻ ചെയ്ത വീഡിയോ, പുള്ളി ജിപ്സം പ്ലാസ്റ്ററിംഗ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും പിന്നീട് ഈ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്താൽ ശരിയാവോ, അതങ്ങനെ മോശമായിട്ടുള്ളൊരു സംഭവമല്ലേ എന്നുള്ള രീതിയിൽ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിധത്തിൽ വരെ രേണുസുതി പണിയെടുത്തു. അത് ശരിക്കും വലിയൊരു പണിയാണ്. കാരണം ഒരു മേഖലയെ, ഒരു ബിസിനസ് മേഖലയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പണിയായി പോയി അതെന്നേ പറയാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാസ്റ്റ് പണമില്ലാത്ത സമയത്ത്, ഈ വീട് പണിയൊക്കെ നടന്ന് പണമില്ലാത്ത സമയത്ത് ഒരാൾ വന്നിട്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തു തരാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അവരത് മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ട് കുറച്ചൊക്കെ പുറത്തും അത് ചെയ്തതുകൊണ്ട് പുറത്ത് വെള്ളമൊക്കെ അടിക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് പൊളിഞ്ഞു. അത്രേ അതിന് വിഷയം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ വലിയ സംഭവമാക്കി മാന്തി പൊളിച്ച് കാണിച്ചത് കൊണ്ട് പൊതുവെ ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ എന്തോ മോശം സംഭവമാണോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരു മേഖല മുഴുവൻ തകർക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു രേണുസുതി ആ കാര്യത്തിൽ ചെയ്തത്. അതേപോലെ തന്നെ ഒരു വലിയ ബിസിനസ് മേഖല തകർക്കുന്ന ഒരു സംഭവം രേണുസുതി ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ. എന്താന്ന് പറയാം. രേണുസുതി കുറച്ച് ദിവസം മുന്നേ, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വലിയൊരു മേക്ക് ഓവർ നടത്തി. നല്ല കട്ടിയുള്ള പുരുകാക്കി മാറ്റി. കുറേ മുടി, മുട്ടറ്റം നീണ്ടു കിടക്കുന്ന മുടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള മുടിയൊക്കെ രേണുസുതിക്ക് പെട്ടെന്നുണ്ടായി. നമ്മൾ ആ മേക്ക് ഓവർ കണ്ടിട്ട് അന്തം വിട്ടു. ആഹാ, എന്തൊരു ഭംഗിയാന്ന് നമ്മൾ പറഞ്ഞു. മഞ്ജുവാര്യരൊക്കെ ഒരു ദിവസം ഒരു വെള്ള ടോപ്പും കറുപ്പും മിടിയിട്ട് വന്നിട്ട് ഒരു മേക്ക് ഓവർ നടത്തി നമ്മളെയൊക്കെ ഞെട്ടിച്ചില്ലേ, അതേപോലെയായിരുന്നു രേണുസുതിയുടെ ആ മുടിയൊക്കെ വെച്ചുള്ള വരവ്. അതിനുശേഷം രേണുസുതിനെ ഏത് വീഡിയോയിൽ കാണുമ്പോഴും ആ മുടിയിൽ നിന്ന് കൈയെടുക്കാതെ ഉള്ള, മുടി തലോടുന്നു, മുടി മുന്നോട്ടിടുന്നു, ബാക്കോട്ടിടുന്നു, എപ്പോഴും മുടിയിലാണ് രേണുസുതി ആ ഒരു കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ മുടി വെച്ചതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ മുടി വെച്ചതെന്ന് പറഞ്ഞാൽ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷനാണ് രേണുസുതി ചെയ്തത്. അന്ന് ആ വീടൊക്കെ ചോർച്ചുള്ള സമയത്ത് ഒരു ഷീറ്റ് ഒട്ടിച്ചാൽ പോലും ആ ചോർച്ച മാറും, അതിന് കുറഞ്ഞ 5000 രൂപയിൽ താഴെ ചെലവ് വരുള്ളൂ. എന്നിട്ട് പോലും അത് ചെയ്യാൻ പോലും കാശില്ലാതിരുന്ന രേണുസുതി പെട്ടെന്നൊരു ദിവസം പോയിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാണ്. ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ചെലവ് കുറഞ്ഞ പരിപാടിയൊന്നല്ല. ഒരു 30,000 രൂപയോ 40,000 രൂപയോ ഒക്കെ വേണ്ട ഒരു സംഭവമാണ്. അതിങ്ങനെ ഇഞ്ച് കണക്കിനാണ് അതിന്റെ വില. മുടി 10 ഇഞ്ചുള്ളത്, 8 ഇഞ്ചുള്ളത്, 15 ഇഞ്ചുള്ളത്, 20 ഇഞ്ചുള്ളത്, അങ്ങനെ ഇഞ്ച് കൂടുന്നതിനനുസരിച്ച് നല്ല കാശ് കൂടി വരും. രേണുസുതി വെച്ച മുടി നമ്മളൊക്കെ കണ്ടാണ്, നല്ല നീളത്തിലായിരുന്നു. അതിന് നല്ല വലിയ കാശും കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയായിരുന്നു. അപ്പൊ ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ആണ്. നമ്മുടെ മുടി കുറച്ച് തലയോട്ടിയോട് ചേർന്നിട്ട് കുറച്ച് എടുത്തിട്ട് അതിൽ വേറെ നമ്മുടെ മുടിയുടെ അതേ സ്ട്രക്ചറിലുള്ള ഹ്യൂമൻ ഹെയർ, ഒറിജിനൽ ഹെയർ ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലുണ്ട്. ചില സ്ഥലങ്ങളിൽ മിഷ്യൻ വെച്ചിട്ട് ഒന്നിച്ച് ഒരു 4-5 കെട്ടൊക്കെ ഒന്നിച്ച് ഒട്ടിച്ച് വരുന്ന രീതികളുണ്ട്. ചില സ്ഥലത്ത് ആളുകൾ കൈകൊണ്ട് ഒട്ടിച്ച് ഈ എഴയും ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ചിലത് ക്ലിപ്പ് ഇട്ടിട്ട്, കറുത്ത കളറിലൊരു ക്ലിപ്പ് ചെറിയ മിഷ്യൻ വെച്ചിട്ട് ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയോട് ചേർന്നുള്ള ഭാഗത്തെ മുടി കുറച്ച് എടുത്തിട്ട് അതിൽ നമ്മൾ വേറെ മുടി ഇഴകൾ വെച്ചിട്ട് തമ്മിൽ ചേർത്ത് ഒട്ടിച്ചിട്ടോ ക്ലിപ്പ് ചെയ്തിട്ടോ തമ്മിൽ ചേർത്ത് ചെയ്യുന്ന രീതിയാണ്. അത് ഒരു 10-20 ഇഴ കുറച്ച് എടുത്ത് കുറച്ചായിട്ട് ചെയ്യുന്ന സംഭവമാണത്. അത് പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മളത് ചീകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, അത് കൂട് കെട്ടാതെ. അങ്ങനെ നമ്മളിപ്പോൾ മുടി ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് പണ്ട് മുടി ഉണ്ടായിരിക്കും. അവർ വളരെ കെയർലെസ് ആയിട്ട് ആ മുടിയെ കൈകാര്യം ചെയ്തുകൊണ്ട് മുടി ഇല്ലാതെയായി തീർന്നായിരിക്കാം. എന്ന് വെച്ചാൽ കുറച്ച് മടിയുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ, ശരീരം അല്ലെങ്കിൽ മുടിയൊക്കെ ശ്രദ്ധിക്കാൻ കുറച്ച് കെയറിങ് ചെയ്യാത്ത
കെയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാലും അത് കുറേ ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. പിന്നീട് നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മളതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ ഉടക്കമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം. പല്ലകന്ന ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി വൃത്തിയാക്കണം. പിന്നെ കൃത്യമായിട്ടത് ഇന്നെ ഷാമ്പു ഇട്ട് കഴുകണം. പിന്നെ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ കൃത്യമായിട്ട് ആ ചെയ്ത സ്ഥലത്ത് ചെന്നിട്ട് അത് വീണ്ടും കുറച്ചുകൂടെ മേലെ കയറ്റി ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മളെ തലയോട്ടിയിലുള്ള മുടിയുടെ ഭാഗം വളരും, താഴേക്ക് വളരും. അപ്പം നമ്മൾ ഈ ക്ലിപ്പ് ചെയ്ത് വെച്ച മുടിയും താഴേക്ക് വളരും. അപ്പോൾ അത് വീണ്ടും എടുത്ത് മേലേക്ക് ചെയ്യുന്ന പോലെയുള്ള മെയിൻ്റനൻസ് ജോലികളൊക്കെ അതിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇതൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ കൃത്യമായിട്ട് കെയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നതാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ രേണുസുതിക്ക് ഈ ഒരു ബ്യൂട്ടി പാർലർ ഇത് ചെയ്തു കൊടുക്കുകയാണ്, ഒരു മേക്ക് ഓവർ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ മുടിയൊക്കെ വെച്ചു കൊടുക്കുന്നു, നല്ല ഭംഗിയുള്ള നീണ്ട മുടിയൊക്കെ ആവുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ആ ചെയ്ത പാർലറുകാർ വളരെ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ഞങ്ങള് രേണുസുതി ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ നേരിടുന്ന ആളല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ രേണുസുദീനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ പുരികം കട്ടി കൂടുന്ന മൈക്രോ ബ്ലേഡിങ്ങും അതേപോലെ ഈ ഹെയർ എക്സ്റ്റൻഷനും ഒക്കെ ചെയ്തു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ രേണുസുതി ബിഗ് ബോസ് പോയി. അപ്പോൾ രേണുസുതി പൊതുവെ അങ്ങനെ വലിയ കെയറിങ് ഉള്ള ആളല്ല, ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നതും അടുക്കും ചിട്ടിയുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. കാരണം അവരുടെ വീടിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, തീരെ അടുക്കും ചിട്ടിയില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെയായിരിക്കാം അവരൊരു പക്ഷേ അവരുടെയും അവരുടെ ഹൈജീനും അല്ലെങ്കിൽ അവരെയും ശ്രദ്ധിക്കുന്നത് അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആണെന്ന് തോന്നുന്ന വിധത്തിലുള്ള 1-2 പ്രസ്താവനകളൊക്കെ ബിഗ് ബോസ് തന്നെ രേണുസുതി ചെയ്തിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാറുള്ളൂ എന്നൊക്കെ വളരെ നോർമലായിട്ട് രേണുസുതി പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഒരു മുടി അങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. എന്നും ഷാമ്പു ഇടാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചീകി വൃത്തിയാക്കാനോ അതിൻ്റെ കെട്ട് കളയാനോ ഒന്നും ശ്രമിക്കും തോന്നുന്നില്ല. അപ്പോൾ ഒരു ദിവസം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇത്രയും കാശില്ലാത്ത രേണുസുതി ഇത്രയും കാശ് മുടക്കിയിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചോ എന്നൊക്കെ ഒരുപാട് കമൻറ്റും വന്നിരുന്നു. അപ്പോൾ അവിടെയുള്ള അനുമോള്, ബിഗ് ബോസിലുണ്ടായിരുന്ന അനുമോള് രേണുസുതിനോട് ഈ മുടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മുടി കാണിക്കൂ, ഇത് എങ്ങനെയാ വെച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രേണുസുതിനോട് ചോദിക്കുന്നുണ്ട് ഇതിന് എത്ര രൂപയായി. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട് ഇത് കൊളാബാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊളാബ് എന്ന് പറഞ്ഞാൽ അവരുടെ പരസ്യത്തിന് വേണ്ടി ഒരാൾക്ക് വെറുതെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഈ വ്യക്തി പ്രശസ്തയായ വ്യക്തിയായതുകൊണ്ട് അവരെ കാണുന്ന മേഖലയിലൊക്കെ അവർക്ക് ഈ മുടി വെച്ചിട്ടുണ്ട്, അതെവിടെ വെച്ചതെന്നൊക്കെ ഉള്ള ഒരു പരസ്യം പോലെ കിട്ടുന്നു. അതാണ് കൊളാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊളാബാന്ന് പറയുന്നുണ്ട്. അനുമോള് പരിഹാസത്തോടെ കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെ രേണുസുതി ബിഗ് ബോസിൽ ഇതേപോലെ എല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ രേണുസുതിയുടെ മുടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പോകുന്നവർ രേണുസുതിയുടെ വീണു പോകുന്ന മുടികൾ എടുത്തിട്ട് രേണുസുതിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട് ഈ മുടി വെച്ചത് വെറുതെയാണ്, ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ വെച്ചതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ദിവസമൊക്കെ ചെയ്താലേ കൃത്യമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ ഇതൊക്കെ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിയൊക്കെ പോകുന്നൊക്കെ വളരെ അലസമായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്ത വ്യക്തിനെ ഇപ്പം ഈ ഫിറോസിന്റെ കാര്യം പറഞ്ഞ പോലെയും അല്ലെങ്കിൽ മറുനാടിന്റെ കാര്യം പറഞ്ഞ പോലെയും ഈ പള്ളിയിലച്ഛന്റെ കാര്യം പറഞ്ഞ പോലെയും അവരെയൊക്കെ ബാധിച്ച പോലെ തന്നെ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത വ്യക്തിനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. പക്ഷേ ഇത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത വ്യക്തിയെ മാത്രമല്ല ബാധിക്കുക, ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ ആളുകൾ അയ്യോ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും കൊഴിഞ്ഞു പോകുന്ന സംഭവമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ബിസിനസ് മേഖല എന്ന് വെച്ചാൽ ഹെയർ എക്സ്റ്റൻഷൻ ഇപ്പോൾ വളരെ വളർന്നു വരുന്ന മേഖലയാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മേഖലയെ തകർക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ ബിഗ് ബോസ് കൂടെ രേണുസുതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരിതിനെക്കുറിച്ച് ചിന്തിക്കാതെ പറയുന്നതാണോ, ഇത് എത്ര ആളുകളെ ബാധിക്കുന്നു ചിന്തിക്കാതെ പറയുന്നതാണോ, അല്ലെങ്കിൽ അവർക്ക് നന്ദി എന്ന് പറഞ്ഞ ഇല്ലാഞ്ഞിട്ടാണോ, അതോ അവർക്ക് ചിന്താശേഷി ഇല്ലാഞ്ഞിട്ടാണോ, എന്താണെന്നറിയില്ല. 50,000 രൂപയോളം ചെലവ് വരുന്ന ഒരു സംഭവം അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ട് അവരതിനെക്കുറിച്ച് വളരെ മോശം. ഇപ്പോൾ അത് ചെയ്തു കൊടുത്ത സമയത്തേ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറുതെയാണ്, ഇവർക്ക് തിരിച്ചടിക്കുകയുള്ളൂ. രേണുസുതി പിന്നീട് ഇതിനെക്കുറിച്ച് മാറ്റി പറയുന്ന അല്ലെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഈ ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്ന വ്യക്തികളൊക്കെ പിന്നീട് അത് റിമൂവ് ചെയ്യാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണല്ലേ, എല്ലാവരും രേണുസുതിനെ ശ്രദ്ധിക്കും. പിന്നീട് ഇവർക്ക് മുടി ഇല്ലാതെയാകുമ്പോൾ അവരത് റിമൂവ് ചെയ്തു, എന്തുകൊണ്ട് റിമൂവ് ചെയ്തു എന്നൊക്കെയുള്ള ചർച്ച വരുമ്പോൾ അത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിനെയും ബാധിക്കുമല്ലോ എന്ന് ഞാൻ അന്നേ വിചാരിച്ചിരുന്നു. എന്തായാലും ആ വെടി രേണുസുതി പൊട്ടിച്ചിട്ടുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ
എക്സ്റ്റൻഷൻ വെക്കണ വെറും തല്ലിപ്പൊളി പരിപാടിയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോരും, ഇത് നിൽക്കില്ല എന്നൊക്കെയാണ് ഇപ്പോൾ രേണുസുതി പറയുന്നത്. ഇതിപ്പോൾ അധിക കാലമൊന്നും ആയിട്ടില്ല അല്ലേ, 2-3 ആഴ്ചയായിട്ടുള്ളൂ രേണുസുതി ചെയ്തിട്ട്. അത്രയൊന്നുമല്ല, അതിലും കൂടുതലൊക്കെ നിത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന എത്രയോ ആളുകളെ കാണാറുണ്ട്. നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന 40,000-50,000 രൂപ കൊടുത്തിട്ടാണ് ആ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കയ്യത്തെ കാശല്ലേ എന്നോർത്തിട്ടെങ്കിലും നമ്മളത് കുറച്ചുകൂടെ കെയർ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ രേണുസുതിക്ക് എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഒരാൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തലയിലിരുന്ന് ചൊറിയുമ്പോൾ രേണുസുതിക്ക് വെറുതെ അത് ചൊറിഞ്ഞ് പറിച്ച് കളയാമെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, കാരണം സ്വന്തം കാശല്ലല്ലോ. എന്തായാലും ആ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ആ വ്യക്തിക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് മേഖലയ്ക്ക് തന്നെ ഇത് കുറച്ച് ദിവസം കൊണ്ടൊരു പണിയായി മാറും. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ രേണുസുതി ഇപ്പോൾ പുറച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു ചർച്ചയൊന്നും രേണുസുതി അറിയുന്നുണ്ടാവില്ല. രേണുസുതി ഇനി ആ തലയിൽ കിടക്കുന്ന മുടി മുഴുവൻ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് പറിച്ച് കളയാനും സാധ്യതയുണ്ട്. അതൊരു ക്ലിപ്പാണ്, റൗണ്ടിലുള്ളൊരു കുഞ്ഞി കറുത്ത ക്ലിപ്പ് വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പല രീതിയിൽ ചെയ്യാറുണ്ട്, അത് അങ്ങനെയായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ രേണുസുതി മിക്കവാറും ബിഗ് ബോസിന് പോകാറാകുമ്പോഴേക്കും ആ മുടി മുഴുവൻ പോയിട്ടുണ്ട് വെച്ചാൽ ആ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന മേഖലയുടെ കാര്യത്തിൽ മുഴുവൻ തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയും നമുക്കിത് കാത്തിരുന്ന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി.